ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ പീരീഡ്സ് ഡേ ആണ്. ആക്ച്വലി ഇന്നത്തെ ദിവസം വ്ളോഗ് എടുക്കാനൊന്നും ഞാൻ മൈൻഡില്ല, മൂഡില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനിതെല്ലാം അതിജീവിച്ച് ഇന്ന് വീഡിയോ എടുക്കാൻ പോവാണ്. ബിക്കോസ് ഈ ദിവസം മാത്രമാണ് ഞാൻ മന്ത്ലി എൻ്റെ ലൈഫിൽ ഷുഗർ കഴിക്കുന്നത്. സോ ഫസ്റ്റ് കഴിച്ചു. മന്ത്ലി വൺസാണ് ഞാൻ ഷുഗർ കഴിക്കുക. സോ ആ ഡേ ഞാൻ എൻ്റെ പീരീഡ്സ് ഡേക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കാണ്. ബിക്കോസ് ആ ദിവസം എനിക്ക് ഷുഗർ കഴിക്കാൻ ക്രേവിങ്സ് വരും. മഗ്നീഷ്യത്തിൻ്റെ ഒന്നിൻ്റെ അളവ് കുറഞ്ഞ് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് വരും. എനിക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ തോന്നും. സോ പീരീഡ്സ് ഡേ ഞാൻ എൻ്റെ ഷുഗർ ക്രേവിങ് ഡേ ആയിട്ട് ഇതാക്കി. അപ്പോൾ എനിക്ക് ആ വേദന അറിയാതെ തള്ളി നിൽക്കും ഞാൻ എല്ലാം കഴിച്ചു. സോ ഇന്ന് രാവിലെ എനിക്ക് വർക്കുണ്ട്. സോ ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ലീവ് എടുക്കണം അതിന് മാത്രമുള്ളതില്ല, എനിക്ക് സഹിക്കാവുന്ന പെയിനുള്ളൂ ആക്ച്വലി. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഒരു മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് എനിക്ക് പീരീഡ്സ് ടൈമിൽ മെയിനായിട്ട് സ്റ്റൊമക്ക് പെയിൻ, ബാക്ക് പെയിൻ, ലെഗ് പെയിൻ, ഇത് മൂന്നും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു അടിയിലോട്ട്, ലൈക്ക് അപ്പർ ബോഡി പ്രശ്നമില്ല, ലോവർ ബോഡി ഭയങ്കര പെയിനായിരിക്കും. കിടന്നുറങ്ങണം എന്നൊക്കെ തോന്നും. പിന്നെ നമുക്ക് പൈസ വേണ്ടേ, ജോലിക്ക് പോകണമെങ്കിൽ നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ സർവൈവ് ചെയ്യണ്ടേ. സോ ഇന്ന് വർക്ക് പ്ലേസിൽ എന്തൊക്കെ ഷുഗർ കഴിക്കും അതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഷുഡ് ബി കുക്കീനോടൊരു ക്രേവിങ്സ് വരും. കുക്കീസ്, ബിക്കോസ് ഡെയിലി ഞാൻ കുക്കീസ് റാപ്പ് ചെയ്യുമ്പോൾ കുക്കീസൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഞാനിങ്ങനെ പീരീഡ്സ് ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്നത്തെ പീരീഡ്സ് ഡേ ഞാൻ വ്ളോഗായി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ദിവസം ഞാനിന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു. സൗണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു. ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് അത്ര മൈൻഡ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ തോട്ട് വൈ നോട്ട്. ലൈക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ഷുഗർ കഴിക്കും. ഈ മന്ത്ലി വൺസേ ഷുഗർ കഴിക്കത്തുള്ളൂ. അത് പീരീഡ്സ് ഡേ അന്നാണ്. സോ ഇന്ന് എനിക്ക് മതിനം. ഇന്ന് ആക്ച്വലി ഒരു 15-14 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട് സ്റ്റേഷനിലോട്ട്. സോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഡേ ഒരു ആഫ്രിക്കൻസിൻ്റെ ഒരു മരിപ്പ് കൊണ്ടുവന്ന് കഴിയിട്ടില്ല, അത് ഈ വഴി കൂടിയാണ് കൊണ്ടുപോയത്. ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു, കാണാത്തൊരു പോയി ചെക്കൗട്ട് ചെയ്തോ. അത് ഇതിലെയാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് ആ മരിപ്പ്. ഇന്നിപ്പോൾ എനിക്ക് 11 o'clock കാരണം മോസ്റ്റ്ലി 10 ആണ് മോർണിംഗ് കയറാറ്. ഫ്രൈഡേ നമുക്ക് വലിയ തിരക്കുള്ള ദിവസമല്ല. സോ ഇന്ന് പതുക്കെ 11 o'clock കയറിയാൽ മതി. 11 o'clock to 2:30 വരെ തിരക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. നമുക്കിങ്ങനെ ഷോപ്പ് ഏൽപ്പിച്ച് തന്നിട്ട് മാനേജർ അടിയിലോട്ട് പോകും. ആ ടൈമിലൊന്നും നമുക്ക് എത്ര എൻജോയ് ചെയ്യാം. റെസ്റ്റ് എടുത്ത് കാമായി ചില്ലായിട്ടിരിക്കും. പിന്നെ 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തു. 5 കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിലോട്ട് തിരിച്ചു. ദാറ്റ്സ് ഇറ്റ്. സോ ഞാനിവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നത്, ഞാൻ എന്താ ജോലി ചെയ്യുന്നതിന് ഇപ്പോൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഒരു ഫാർമർജി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ലൈക്ക് ക്രോസ് ചെയ്തിട്ടാണ് ഒരു വണ്ടി ബാക്കിൽ വന്ന് ഹെൽത്തി ഫുഡും അതുപോലെ തന്നെ കോഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നെസ്കഫിയും ബ്രൂ കോഫിയല്ല. ഇവിടെ കോഫി എന്ന് പറഞ്ഞാൽ ഒരു നേരെയുണ്ട്. കേൾക്കാത്ത ലാറ്റെ, ഫ്ലാറ്റ് വൈറ്റ്, മക്കിയാറ്റോ, മൊക്ക, മാച്ച, കാപ്പിച്ചീനോ, അമേരിക്കാനോ. സോ അങ്ങനെ ഡ്രിങ്ക്സുള്ള ഒരു കോഫി ഷോപ്പും പ്ലസ് ഹെൽത്തി ഫുഡും. അവിടെ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, എൻ്റെ ബേസ് ഞാൻ നാട്ടിൽ പഠിച്ചിരുന്ന ഒരു കോഴ്സിൻ്റെ ഡിപ്ലോമ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ. സോ ആ ഹോസ്പിറ്റാലിറ്റി ബേസിലാണ് ഞാനിവിടെ കയറിയത്. ഞാനിപ്പോൾ അവിടെ സീനിയർ ഫ്രണ്ട് ഓഫ് ഹൗസ് ടീം മെമ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ദെൻ രണ്ടാമത്തേത് ഞാൻ ഇപ്പോൾ ഡെലിവറി ലീഡറിൻ്റെ ട്രെയിനിങ്ങിലും കൂടിയാണ്. സോ ഡെലിവറി ലീഡറിൻ്റെ ട്രെയിനിങ് ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിയാറായി. അത് കഴിഞ്ഞാൽ
പോസ്റ്റ് ചേഞ്ച് ആവും. സോ ഇതാണിപ്പോൾ എൻ്റെ കറൻ്റ്ലി വർക്ക് ഇൻ ലണ്ടൻ. സോ ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് വേണം കഴിക്കാൻ പോവാണ്. ഇത് സോറി, ആൾക്കാർ ഒന്ന് ഇടിച്ചിട്ടുള്ളൂ. കയറാനൊന്നും ആക്ച്വലി പറ്റുന്നില്ല. ഇത് ടിക്കി ടാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചോക്ലേറ്റാണ്. ഇതെൻ്റെ മാനേജർ കഴിഞ്ഞ മാസം ലാസ്റ്റ് കൊണ്ടുവന്നതാണ്. ബട്ട് ഞാനപ്പോൾ കഴിച്ചില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചോക്ലേറ്റ്സൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ വർക്ക് പ്ലേസിന് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ചോക്ലേറ്റ്സ് കിട്ടും. സോ ഞാനതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് ബോക്സിലാക്കി വയ്ക്കും. വെൻ ഐ ഗോട്ട് പീരീഡ്സ് ആ ടൈമിൽ ഞാൻ സാപ്പിടാൻ വേണ്ടി. സോ ഇന്ന് ഞാൻ ഈ ചോക്ലേറ്റ് എടുത്ത് ബാഗിലിട്ടപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മാസം ഞാൻ റൂമിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇപ്പോഴാണ് എടുക്കുന്നത്. പീരീഡ്സ് ആകുമ്പോൾ കഴിക്കാൻ വേണ്ടി എടുക്കുക. സോ ഞാൻ സ്റ്റേഷനിൽ വന്നാലാണ് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റില്ല. ടാപ്പ് ചെയ്യാണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ കയ്യിലുണ്ട്. നോട്ട് ബാഡ്. ഉള്ളിലെ ബാദാമും വാൽനട്ടും കൊള്ളാം. ആക്ച്വലി ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ട്രെയിനിൽ കയറട്ടെ. ആക്ച്വലി ഞാൻ ഇന്നത്തിരി ടു ഏർലി ആയിപ്പോയി. ബിക്കോസ് എനിക്ക് 11 o'clock കയറിയാൽ മതി. ഞാൻ 10:30 ഇപ്പോൾ തന്നെ കയറി. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് എല്ലാ പീരീഡ്സ് ടൈമിലും പിമ്പിൾസ് കിട്ടും. സോ ഈ മന്തിൻ്റെ പിമ്പിൾ ഇവിടെ ഒന്ന് വന്നുണ്ട്, ഇവിടെ ഒന്ന് വന്നുണ്ട്, പിന്നെ ഇവിടെ രണ്ടെണ്ണം. സോ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഏർലി വന്ന സ്ഥിതിക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ ഞാനെന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും? ഞാനല്ലെങ്കിൽ സ്വീറ്റായിട്ടൊന്നും എടുക്കാറില്ല. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ബനാന, പീനട്ട് ബട്ടർ, ലൈക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിയ പോട്ട്, അതൊക്കെ കുറച്ച് ആഡഡ് ഷുഗർ ഉണ്ട്. സോ ഇന്ന് നമുക്കിത് കഴിക്കാം. ഓക്കെ, ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. സോ ഏർലി മോർണിംഗ് എത്തിയ കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. സോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കോക്കനട്ട് ചിയ ഹൽവ, ലൈക്ക് ചിയ സീഡിൻ്റെ ബ്ലൂബെറീസ് ഒക്കെ ഇട്ട് റേറ്റാണ്, നൈസാണ്. ദെൻ ആൽമണ്ട് ഡേറ്റ് tahini porridge. This is really nice. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഇത് സെസമി ഓട്സ് ഒക്കെ ഇട്ടിട്ടുള്ള നൈസാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നേരത്തെ എത്തിയതല്ലേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ വർക്ക് ചെയ്യണം. ദെൻ ഞാൻ എൻ്റെ ലഞ്ച് സെക്ഷൻ കാണിക്കാം. ദെൻ ഈവനിങ് പോയിട്ട് ഒരുപാട് നേരം ഞാൻ പാലടി എടുത്ത് വെച്ചിട്ട് മേ ബി ടൈം ഉണ്ടെങ്കിൽ ഞാൻ പാലടി നോക്കും. കാരണം മന്ത്ലി വൺസേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഗുഡ് ഐഡിയ അല്ല ആക്ച്വലി. ഷുഗർ നിർത്തണമെന്നും ആഗ്രഹമുള്ളവരും ഷുഗർ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മന്ത്ലി വൺസ് ഇങ്ങനെ ഒരു ചോയ്സ് എടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഫോർ ഹെൽത്ത് ആസ് വെൽ. ദിസ് ഈസ് മൈ ഡെലിവറി ലീഡർ ബ്ലൂ. GM അസിസ്റ്റൻറ്റ് GM സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസറിൻ്റെ കീഴിലാണ് ഡെലിവറി ലീഡർ. I am proud myself. Hey guys, I am proud myself. അപ്പം ഇത് കഴിച്ചു തീർക്കട്ടെ. സോ വർക്കിൻ്റെ ഇടയിലാണ് കുറച്ച് ബിസിയുള്ള ദിവസമാണ്. നമ്മൾ കുറേ ഓർഡേഴ്സ് ഉണ്ട്. സോ ലഞ്ചിന് കാണാം. ഈ ലഞ്ച് ബ്രേക്കായി
ഒരു 11 കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്റ്റൊമക്ക് പെയിൻ വന്നു തുടങ്ങി. ഒരുപാട് എഗ്ഗ് ഞാൻ കഴിക്കാറുണ്ട് ആക്ച്വലി, ഡെയിലി ഒരു 4 eggs ഞാൻ കഴിക്കും. ബട്ട് ടുഡേ ഞാൻ വിചാരിച്ചു ഡിന്നറിന് എഗ്ഗ് കഴിക്കാമെന്ന്. ഞാൻ ഒരു എഗ്ഗ് എടുത്തു, ബാക്കി 3 ഡിന്നറിന് കഴിക്കാം. So some chickpea salad, some greens like mushroom, beans, okra and broccoli. Then this is one non-spicy chicken, and under this some of grains, carbohydrate mainly some of grains. It's a bulgur and freekah rice, like a grain. So this is my lunch. And one, today is my sugar day, so I took one. My ice hot, ice cold oh what the fuck, actually this is hot chocolate. എനിക്ക് ഹോട്ട് വേണ്ട, കോൾഡ് മതി പറഞ്ഞു. സോ കോൾഡ് ചോക്ലേറ്റ്. ഞാൻ ഈ ഡ്രിങ്ക് ഒന്നും ഒട്ടും കുടിക്കാറില്ല, ഓൺലി ലാറ്റെ, ഐസ് ലാറ്റെ വിത്ത് സ്വീറ്റ്നർ കുടിക്കാറ്. This comes with the green tahini, so it's really 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 nice. Let's have my lunch. Okay. This is our lockers. സ്റ്റാഫ് ഏരിയ നല്ലതുണ്ട്, ഇരിക്കാൻ ഡൈനിങ് ഒക്കെ ആയിട്ട്. അവിടെ നിന്ന് എനിക്കിങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡൈനിങ് ഏരിയ ഉണ്ട്, ബട്ട് അവിടെ നിന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് ഞാനിവിടെ ഇരിക്കും. സോ ഞാനിത് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. ബൈ ബൈ. വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മാനേജേഴ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പബ്ബിൽ ജസ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പോയിട്ടുണ്ട്. ബട്ട് ഞാൻ കഴിക്കത്തൊന്നുമില്ല. ബട്ട് ഞാനും ചുമ്മാ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് കൂടാൻ വേണ്ടി പോവാണ്. സോ look guys, my behind St. Paul's Cathedral. This is St. Paul's Cathedral. The St. Paul's Cathedral. ഹലോ ചേട്ടാ. ചേട്ടൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ റേറ്റ് പറയാം. ലൈക്ക് അവർ ചില്ല ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരാം. ഞാനപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, ഞാൻ അവനൊന്നും വാങ്ങി കൊടുത്തില്ല. സോ എനിക്കിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. സോ ഞാൻ എന്തെങ്കിലും അവന് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ എനിക്കാണെങ്കിൽ ഷോപ്പ് അടയ്ക്കുമ്പോഴേക്കും പോകണം. സോ ഫസ്റ്റ് ടൈമാണ് ഈ നേരത്ത് ഞാൻ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറണേ. ദിസ് ഈസ് മൈ ഷോപ്പ്, ലൈക്ക് മൈ ഹോം. സാറയിലെത്തി കഴിച്ച് സാറയിൽ നമുക്ക് എന്തെങ്കിലും നോക്കാം അവന് പറ്റിയത് ഉണ്ടെങ്കിൽ. മെൻ ഐ തിങ്ക് ഡൗൺ സ്റ്റേഴ്സ് ആണ്. സോ സാറയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇനിയിപ്പോൾ സാറയിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ബെറിഷ്കയോ അല്ലെങ്കിൽ പുൾ ആൻഡ് ബിയറോ കയറും. എൻ്റെ മൈൻഡിൽ ഇന്ന് ആക്ച്വലി ഞാൻ പീരീഡ്സ് ഡേ ആയിട്ട് ഇത്ര ഞാൻ സ്മാർട്ടായി നടക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് ആക്ച്വലി. ബട്ട് എനിക്ക് അവൻ്റെ ഒരു ടേസ്റ്റ് ആക്ച്വലി അറിയത്തില്ല. ബട്ട് ഹി ലൈക്സ്. ഞാൻ അവൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ എന്തവന് കൊടുക്കണം എന്നാണ് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി ഒന്നും ഇവിടെ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ലായിരുന്നു, എനിക്കൊന്നും ഇഷ്ടമായില്ല. സോ ബെറിഷ്ക പുൾ ആൻഡ് ബിയറിൽ കയറി നോക്കാം. ഇനിയിപ്പോൾ സാറയിൽ വേറെ അവിടെ കിടപ്പുന്നുണ്ടെങ്കിൽ നോക്കാം. എനിക്ക് ഇവിടുത്തെ സാറയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു ടീഷർട്ട് ഇഷ്ടമായി, ബട്ട് എൻ്റെ മനസ്സിൽ പറയുന്നു ബെറ്റർ ദൻ സംതിങ് ഇൻ ബെറിഷ്കയിലുണ്ടെന്ന്. സോ ഞാനത് എടുത്തില്ല. ഫൈനലി പുൾ ആൻഡ് ബിയറിൽ നിന്ന് എനിക്ക് 2-3 ഇഷ്ടമായി. അതിലൊരെണ്ണം ഫൈനലൈസ് ചെയ്തെടുത്തു. ദെൻ ആക്ച്വലി ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങണം. പായസം വെക്കണം എന്നുണ്ടായിരുന്നു, ആയതൊന്നും മേ ബി ടൈം ഉണ്ടെങ്കിൽ വെക്കും. ടുഡേ ഈസ് ലൈക്ക് എനിക്കൊരു ബർത്ത്ഡേ കാർഡ് കൂടെ മേടിക്കണമായിരുന്നു. എനിക്ക് കാർഡ് ഗിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. സോ ഞാൻ കാർഡ് മേടിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ബില്ല് ചെയ്യണം. സമയ്ക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. കഴിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ വൈ നീഡ് പായസം. ബട്ട് മേ ബി മിഡ് നൈറ്റ് പായസം ഞാൻ ഉണ്ടാക്കും. ബിക്കോസ് മൈ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ വി തോട്ട് ടു മേക്ക് സം പായസം. വൈ നോട്ട്?
ഇന്നത്തെ ദിവസമല്ല എനിക്ക് തിന്ന് അർമാദിക്കാൻ പറ്റും. സോ ടീഷർട്ട് ഞാൻ അവന് കൊടുത്തു. സ്മൈൽ കണ്ടു, ദാറ്റ്സ് ഇനഫ്. ദെൻ അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ദെൻ നമുക്ക് ഇത് മേ ബി വീഡിയോ ഞാൻ ഇടാൻ സാറ്റർഡേ ആയിരിക്കും. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഫ്രൈഡേ ആണ് ആക്ച്വലി. ദിസ് ഈസ് മൈ പീരീഡ്സ് ഡേ, ഫ്രൈഡേ. ജസ്റ്റ് ഐ വാസ് വെയിറ്റിംഗ് ലൈക്ക് മോർണിംഗ് ഒക്കെ ഞാൻ ഇതെന്താവാത്തേ തേങ്ങ, ബിക്കോസ് ഐ എം സോ എക്സൈറ്റഡ് ടു ഈറ്റ് സ്വീറ്റ്സ്. ദാറ്റ്സ് ദ മെയിൻ തിങ്, യു നോ. ഞാൻ എക്സൈറ്റഡ് ആണ്, ലൈക്ക് ഐ എം വെയിറ്റിംഗ്. 1 മാസമായിട്ട് വെയിറ്റിംഗ് ആണ് ദിവസത്തിന് വേണ്ടി. എന്തിന്? മധുരം തിന്നാൻ. സോ മാഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എനിക്ക് ഷുഗർ ക്രേവിങ്സ് വരും. സോ ഞാൻ മാഗ്നീഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. ദെൻ അതിപ്പോൾ കുറച്ച് നാളായി ഞാൻ ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയതാണ്. മാഗ്നീഷ്യം, വിറ്റമിൻ ഡി, വിറ്റമിൻ സി, വിറ്റമിൻ ബി കോംപ്ലെക്സ്, ഒമേഗ 3, then one more like കാൽഷ്യം, മാഗ്നീഷ്യം. സോ ഇതിൻ്റെ മൾട്ടി വിറ്റമിനും ഉണ്ട്. ഇത് ആക്ച്വലി ഇൻടേക്ക് ബെസ്റ്റാണ് ഫോർ സ്കിൻ, ഹെയർ, എല്ലാത്തിനും. വന്നപ്പോൾ തൊട്ട് കഴിക്കുന്നതാണ്, ബിക്കോസ് നമുക്കിവിടെ വിറ്റാമിൻ ഡി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ മേക്ക് ഷുവർ ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്നവർക്ക് തരുന്ന ഒരു ചെറിയൊരു ഇതാണ്, ലൈക്ക് നാട്ടിൽ നിന്ന് മാക്സിമം മെഡിസിൻസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുവരാം. ബിക്കോസ് ഇവിടെ മെഡിസിനൊക്കെ നല്ല റേറ്റാണ്. അത് നാട്ടിലെ മെഡിസിനാണ് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത്. സോ മെഡിസിൻസൊക്കെ നാട്ടിൽ നടക്കുന്നത് ലൈക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. അപ്പം നമുക്കിത് കഴിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ആക്രാന്തം മൂത്ത് തിന്നോ. അമ്മയാണോ കാരാണോ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്? നമ്മൾ രണ്ട് പപ്സ് കാരായിരിക്കില്ല ആക്ച്വലി കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. ഇവിടുത്തെ കാര്യം അതുപോലെ ഫെറ്റാബ്രേക്ക്, സ്പിനാച്ചും ചീസും. ഈ ചീസ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഈ ഫെറ്റ ചീസ് എന്ന് പറയുന്നത് ഷീപ്പിൻ്റെ നെയ്യ് വിരിക്കിയതോ അങ്ങനെ എന്തൊരു സംഭവമാണ്. അത് ബോഡിക്ക് ഭയങ്കര നല്ലതാണ്. അതുപോലെ ആ ചീസ് കഴിക്കുന്നത് നമ്മുടെ മസിൽ പെയിൻ, ലെഗ് പെയിൻ, മസിലുകളുടെ ഇതിനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. You know, I'm a person who searching about everything. Like if I got something in my hand, first of all ഞാൻ നോക്കാം, ഇപ്പോൾ എഡിബിൾ തിങ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കാം how many calories, how many sugar content. ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയതോ ഇതല്ല, ഒരുപാട് നാളുകളായിട്ട് ഞാൻ അങ്ങനെയാണ്. എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്നാണ് ഈ ക്യാരക്ടർ അങ്ങനെ കിട്ടിയത്, എന്ത് സാധനം കിട്ടിയാലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈച്ച് ആൻഡ് എവറിത്തിങ് ഹെൽത്തി ഓപ്ഷൻ ആണോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യും. അതിന് ശേഷം ഞാനത് വിഴുങ്ങത്തുള്ളൂ. നാട്ടിലായിരുന്നപ്പോൾ വന്നിരുന്നു. എന്ത് കിട്ടിയാലും ഇവിടെ വന്നപ്പോൾ വിശന്ന് കഴിഞ്ഞപ്പോൾ വർക്കിനിടയിൽ നമ്മൾ സ്റ്റുഡൻറ്റ് പറ്റിയിൽ നല്ല സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. സോ എനിക്ക് കുക്ക് ചെയ്യാനും കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല വീട്ടിൽ. നൗ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ലൈക്ക് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സോ സ്റ്റുഡൻറ്റ് പീരീഡിൽ 2 ജോലിയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ ഒരു ജോലി ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് ഫുൾ ടൈം സ്റ്റുഡൻറ്റ് പീരീഡിൽ 2 ജോലിയൊക്കെ ചെയ്തൊരു സമയത്ത് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു കുക്ക്. സോ എൻ്റെ കാര്യങ്ങൾ ഞാൻ യൂണിവേഴ്സിറ്റി ജോലി, നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നു, വീട്ടിൽ വരുന്നു, ഒരു 6 മണി 7 മണി എത്തുന്നു, ക്ലാസ്സിൽ പോകുന്നു, വീണ്ടും നേരെ ജോലി കയറുന്നു. ഇങ്ങനെ ഒരു ഗോൾ അടിച്ചോട്ടായിരുന്നു. സോ അങ്ങനത്തെ ഇപ്പോൾ സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് കിട്ടിയാലും കഴിക്കും, ബിക്കോസ് എൻ്റെയും എനിക്ക് വിശപ്പ് മാറ്റണം. ബട്ട് ഷുഗർ അങ്ങനെ ഞാൻ കഴിക്കാറില്ല. ബട്ട് നൗ ഐ ഹാവ് ടൈം ടു കൺസേൺ അബൌട്ട് മൈ ഹെൽത്ത് ആയിരിക്കും. അത്ര സമയമില്ലെങ്കിലും so this is the dinner today. I told you guys like
ഞാൻ ലഞ്ചിന് ഞാൻ 1 egg കഴിച്ചുള്ളൂ. സോ 3 egg ഞാനിപ്പോൾ കഴിക്കാൻ പോവാ. എനിക്ക് ആക്ച്വലി ഒട്ടും വയ്യ. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. ഇറ്റ്സ് ടു ഹെവി. ഭയങ്കര ഫ്രസ്ട്രേഷൻ വരാ, മൂഡ് സ്വിങ്സ്, ലൈക്ക് ഉറക്കം വരാ. ദെൻ ഓൾസോ ഭയങ്കര ബാക്ക് പെയിൻ, വയറുവേദന, അങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് മന്ത് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ സിക്ക് വിളിച്ച്, ഒട്ടും പ്രതീക്ഷിക്കാതെ ലാസ്റ്റ് മന്ത് സിക്ക് വിളിച്ചു. ഈ മന്ത് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പോയി, ബട്ട് ഞാൻ പെയിൻ കില്ലർ എടുത്തിട്ടാണ് അവിടെ നിന്ന്. പിന്നെ ഉച്ചയ്ക്ക് അപ്പോൾ ഭയങ്കര ഹെവി പെയിനായി. എന്നാലും ഞാൻ കടിച്ചു പിടിച്ച് നിന്ന്. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. സോ അപ്പോൾ ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. സോ എല്ലാവർക്കും എൻ്റെ പീരീഡ്സ് വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ആക്ച്വലി നാട്ടിലത്തെ പോലെ, നാട്ടിലാണെങ്കിൽ അമ്മ വെള്ളം ചൂടാക്കി തരുന്നത്, ഹോട്ട് ബാഗ് വയ്ക്കുന്നത്. ആക്ച്വലി ഐ ഹാവ് ഹോട്ട് ബാഗ്, ബട്ട് അത് ഞാൻ എവിടെയാണ് വെച്ചേക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. ബിക്കോസ് എവറി പീരീഡ്സ് മന്ത് ഞാൻ സർവൈവ് ചെയ്യുന്നത് ഐ ഡോണ്ട് നോ. പല പല രീതിയിലാണ്. നമുക്കിവിടെ മുടക്കെടുത്തിരിക്കാനൊന്നും പറ്റത്തില്ല. ആൻഡ് ലാസ്റ്റ് മന്ത് ഞാൻ മുടക്കെടുത്തിരുന്നു. ബിക്കോസ് എനിക്ക് അത്ര ഹെവി ആയിട്ട് എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റാതെ, ലെഗിനും ബാക്ക് പെയിനും ഒക്കെ ഭയങ്കരമാണ്. എന്തെങ്കിലും ടിപ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ. ഇങ്ങനെ ഹെവി പെയിൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. ഐ ഡോണ്ട് നോ. ഞാൻ പെയിൻ കില്ലർ അടിക്കും, വേറെ എനിക്കൊന്നും അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇത്രയൊക്കെയുള്ളൂ. ഇന്ന് ഒരുപാട് ഷുഗർ തിന്നു. പായസം വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു, ബട്ട് ഐ കാൺട്ട്. എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഇഷ്ടം മുട്ടിയിരിക്കുക. മേ ബി ഉറക്കം വരാം. ഒന്നാമത്തെ തന്നെ ബ്ലഡ് ഇങ്ങനെ കുറേ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം വരും. ബോഡിയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് പോവല്ലേ. സോ ഞാൻ ടയേർഡാണ്. ആൻഡ് ഓൾസോ വർക്കിനും കൂടി പോയപ്പോൾ എക്സ്പെഷ്യലി ഞാൻ ചത്ത്. വർക്ക് നേരെ വീട്ടിൽ വരാൻ വിചാരിച്ചത്. പിന്നെ മാനേജേഴ്സ് നിർബന്ധിച്ച് വേറെ ആരുമില്ല, പ്രത്യേകിച്ച് എൻ്റെ മാനേജേഴ്സും ഞാനും സൂപ്പർവൈസറും മാത്രം. സോ അവർ നിർബന്ധിച്ച് വീക്കെൻഡ് അടിച്ച് പൊളിക്ക്, നമുക്കൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഷോപ്പിനപ്പുറത്തുള്ള സ്ഥലത്ത് പോയി. അവർ ഡ്രിങ്ക്സ് കഴിച്ച്, ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ച് ഞാനിരുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ. എൻ്റെ ഈ വ്ളോഗ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.